എത്ര കിട്ടിയ പേര്? എക്സിന്റെ വാല്യൂ എത്ര പേര് കിട്ടിയ? ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മുമ്പത്തെ ഫൈനൽ വാല്യൂ. ഫൈനൽ വാല്യൂ 12 വന്നിരുന്നു. ഫൈനൽ വാല്യൂ 12 കിട്ടിയത് എക്സിന്റെ. എവൈയോ അല്ല, എക്സ് 36 AY 12. എക്സ് 36 AY 12 അല്ല? കിട്ടാത്ത കൂട്ടർ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം ഇപ്പൊ ക്ലാസ്സിൽ. ഷാഗ് ചെയ്തിനാ? പറഞ്ഞ ആൻസേഴ്സിനെ കിട്ടീന്? സർ എക്സ് 180 കിട്ടി. എക്സ് 180 കിട്ടി. 180യോ? ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ആണ് വരുന്നത്. ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? നമ്മളെ സ്റ്റഡി പോസിബിൾ സ്റ്റഡി കേസ് ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോ ഇത് പ്രൂവ് ചെയ്തിനാ? ഇനീഷ്യലി യു എന്തായിരുന്നു ക്വസ്റ്റ്യനില്? യു വാല്യൂ 3x² 3x² y അല്ലേ? u is equal to 3x² y and v is equal to y cube z y cube z and w equal to minus xyz minus yz². minus xy, okay, minus of xyz plus yz². Right? First initial kind of question നമ്മൾ prove that it's a case of possible steady incompressible fluid flow, right? Share സ്ക്രീൻ പ്രശ്നം വിട്ടുവെന്ന് പറയണം. u is equal to 3x² y, v is equal to y cube z, w is equal to minus xyz plus yz². Right? So first condition എന്ന് പറയുന്നത് നമ്മള് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ് പ്രൂവ് ചെയ്യണം. അതിനെന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, continuity equation, three-dimensional continuity equation satisfied ആണെങ്കിൽ, if it is satisfying the three-dimensional continuity equation, then it is a possible case of steady incompressible fluid flow, right? So evaluating whether it is satisfying the continuity equation, just we need to find out dou u by, first of all, dou u by dou x. Dou u by dou x എന്താ വരിക ഇതിനകത്ത്? u വാല്യൂ 3x² y നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? 6xy x y വരും അല്ലേ? then dou v by dou y, dou v by dou y വെച്ച് എന്താ വരിക? അതായത് v നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3y²z. 3y² z വരും, right? 3y² z. ഇനി dou w by dou z, dou w by dou z എന്താ വരിക? z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈക്വേഷനെ w നെ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ minus xy minus 2yz. minus xy minus 2y 2 ആണ് 2yz, right? minus xy minus 2yz അല്ലേ വരിക? Yes sir.
ഇത് 0 ആണെങ്കിൽ മാത്രമേ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, 0 അല്ലെങ്കിൽ അതെല്ലാം വരും കണ്ടീഷൻ. ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 6xy മൈനസ് 3y സ്ക്വയർ z മൈനസ് xy മൈനസ് 2yz. ഇതെങ്ങനെ നോക്കിയാൽ എന്ത് വരില്ല, നമുക്ക് 0 കിട്ടുവോ? ഇത് 0 കിട്ടുവോ? കിട്ടുവാടാ? ഇല്ല. അപ്പൊ ഇത് എന്തല്ല, സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എല്ലാം പോയി, നോട്ട് ഈക്വൽ ടു 0. ഇറ്റ് ഇസ് നോട്ട് എ കേസ് ഓഫ് പ്രൂവ് ദാറ്റ് നോക്കണ്ട നിങ്ങള്, വെദർ ചെക്ക് ചെയ്യാൻ. 6xy പ്ലസ് അല്ലേ? ഓക്കെ, എന്താടാ 6xy 6xy around 6xy plus 3y square set അല്ലേ? ഓക്കെ ഓക്കെ, 6xy പ്ലസ് ആണ്. So it's not a case of steady incompressible fluid flow. Okay. ചില ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കിട്ടും, അത് ചിലതിൽ ഡീവിയേറ്റഡ് ആയിരിക്കും. 0 വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. നേരെ അത് റിവേഴ്സ് ചെയ്ത് ഞാൻ. ഓക്കെ, ദെൻ ഇനീഷ്യലി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, സോ യുവിന്റെ ഇക്വേഷൻ, വിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സിന്റെ XYZ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? തന്നിട്ടില്ലേ? യുവിന്റെ വാല്യൂ എന്താ വരിക? യുവിന്റെ ഇക്വേഷൻ 3x square y, 3x square y. ഗിവൻ കണ്ടീഷൻ എന്തായിരുന്നു? 3 ഇൻറ്റു തന്ന പോയിന്റ് ഏതായിരുന്നു? XYZ 213. എക്സ് എന്ത് വരും? സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു y 1. ആൻസർ എത്ര വരിക? 12. Then v in equation v in equation y cube z. Y cube z. Y cube is y means 1 cube into z, that is 3, and it will be 3 units. Then we need to find out the w. W equal to minus of, then equation bara minus of xy minus 2yz. ഇതാടാ നമ്മൾ പറഞ്ഞ Minus of xyz plus yz square. ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂ അല്ല വേണ്ടത്, ഡബ്ല്യൂന്റെ വാല്യൂ വേണ്ടത്. ഓക്കെ, മൈനസ് ഓഫ് XYZ പ്ലസ് YZ സ്ക്വയർ, മൈനസ് ഓഫ് XYZ പ്ലസ് YZ സ്ക്വയർ. the value substitute ചെയ്ത മൈനസ് ഓഫ് XYZ, that is 2 into 1 into 3 plus YZ square 1 into 3 square. The value minus of 2 into 3 6 plus 3 square 9 will be equal to minus 15 units. Minus 15 units. So we need to find out resultant velocity. V is equal to the resultant velocity equation. V equal to root of u square plus v square plus w square. Root of u square plus v square plus
w square, right? So u value is 12 square plus 3 square plus minus 15 square. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് എത്ര വരിക? 19.44. Will be equal to 19.44 units. Right? ഇതുവരെ എഴുതാത്തവർ ഇത് എഴുതണേ, കംപ്ലീറ്റ് ചെയ്യണേ. പ്രോബ്ലം എഴുതാത്തവരുടെ സ്റ്റെപ്പ് ഒന്ന് പെട്ടെന്ന് എഴുതി വെച്ച്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? AX കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ AX കണ്ടുപിടിക്കണം അല്ലേ? ഇതാകിലെ AXന്റെ ഇക്വേഷൻ അഖിൽ, AXന്റെ ഇക്വേഷൻ ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നോ നീ? അപ്പൊ എന്താ നോട്ടിലതില്ലേ? അല്ല, u dou u by dou x plus u dou u by dou x plus v dou u by dou y v dou u by dou y plus w dou u by dou z. w dou u by dou z. ഈ യുവിന്റെ വാല്യൂ എന്തോന്ന് പറഞ്ഞേ ക്വസ്റ്റ്യനില്? യുവിന്റെ വാല്യൂ തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പിലൊക്കെ എഴുതിയിട്ടില്ലേ? 3 അല്ലേ? ഇക്വേഷൻ യുവിന് എവിടെയാ 3 വാല്യൂ? വെലോസിറ്റി പ്രൊഫൈല് 3x square y 3x square y. ഇനി dou u by dou x ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ ഇതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക?
ആ 6xy. xy 6xy പ്ലസ് വിന്റെ ഇക്വേഷൻ എന്താ? വിന്റെ y cube z. y ക്യൂബ് സെറ്റ് ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞ യുവിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? y വെച്ച് ഡിഫൈൻഡ് ചെയ്യുമ്പോൾ 3x square. 3x സ്ക്വയർ x ഓക്കെ പ്ലസ് ഡബ്ല്യുവിന്റെ ഇക്വേഷൻ minus xyz minus of z minus yz square. മൈനസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ സെറ്റ് എന്താ? by dou z 3x square y അല്ലേ? 3x സ്ക്വയർ വൈ ആണോ ഡോ യു ബൈ ഡോ സെറ്റ്? എന്താ വരിക? ഡോ യു ബൈ ഡോ സെറ്റ് എടാ യു എന്നുള്ള ടേമിനെ, അതായത് 3x സ്ക്വയർ വൈ എന്നുള്ള ടേമിനെ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക? 0 അല്ലേ? എന്തുകൊണ്ടാണ് 0 ആയത്? അതില് സെറ്റ് ടേം ഇല്ലല്ലോ ഉണ്ടല്ലേ? അതല്ലേ ചോദിക്കുന്നേ, അതിൽ സെറ്റ് ഇല്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞോടെ എന്തിനാ ഇത്രയും ടൈം? 0 വരും. ഇതിന്റെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് പറഞ്ഞേ എന്താ വരിക? ആദ്യത്തെ ടേം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പറ, നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടേ. 3x സ്ക്വയർ വൈയും 6xy കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? നോക്കി പറയാവുന്നല്ലേ, എന്താ വരിക? ഇത്രയും ടൈം വേണോ? 18x cube y square. 18x cube y square plus 3x square y cube z. 3x square y cube z plus 0. ആണെങ്കിൽ 0 ഇനി എന്ത് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 അല്ലേ? ഇതെന്തിട്ട് ആലോചിക്കാനുള്ളത്? ഓക്കെ, ഇക്വേഷനില് നമ്മള് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താ എക്സ് വൈ സെറ്റ് തന്നിട്ടുള്ളത്? 2 1 3. ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? 18 2 cube into 1 ക്യൂബ് 1 സ്ക്വയർ plus 3 into 2 square into 1. 3 into 2 square into 1 cube into 3 അല്ലേ? കറക്റ്റല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചിരുന്ന പറഞ്ഞ വേഗം. 18 into 8 വരും പ്ലസ് 3 into 36. ആൻസർ എന്ന് പറഞ്ഞ വേഗം. 180. ഉറപ്പാ? x equal to 180 units. നിവേദന എവിടെയാ? നിവേദന മാറിയിനി. നിവേദനല്ലോ 23 എന്ന് പറഞ്ഞോട് 18 12. നിവേദന എന്താ എവിടെയോ മാറിപ്പോയോ? അത് ആദ്യം എടുത്താൽ മനസ്സിലാവും. 18x cube y square. 18x cube y square. ക്ലിയർ ആയില്ലത്? അത് മാത്രമേ മാറ്റേണ്ടത്. മുക്താസിം ഇല്ലേ ക്ലാസ്സിൽ? മുക്താസിം മുക്താസിം എ വൈ ഇക്വേഷൻ എന്ന് പറഞ്ഞേ.
എന്താണ് എഴുതിയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? വിജ്ഞാനല്ലേനോ? പഠിച്ചിട്ട് വരാൻ പറഞ്ഞ കേട്ടിനാ സെക്കൻഡ് മോഡ്യൂള്. നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല മുത്താസിന്. മതി, ഒന്നും പറയണ്ട. ഇതെന്തോ നെറ്റ് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ ഇല്ല പറയുന്നു. കുഴപ്പമില്ല വിട്ടെ. ആകാശ, ആകാശ് ഇത് പറഞ്ഞേ. ഏവൈൻ്റെ ഇക്വേഷൻ ഏവൈ എന്താ? Sorry, dou u by dou x into u. ഏവൈയോ ഇതിന്റെ പ്രോഡക്റ്റ് നീ ക്ലാസ്സിലുണ്ടല്ലോ. ആ സാർ ഉണ്ട് സാർ. ആദ്യം കുറച്ച് ടൈമില്ലേ മാക്സിമം പോയ എക്സിന്റെ പറയും. നീ ഏവൈന്റെ സമയത്തും ഇല്ലേ, പിന്നെ നീ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല സാർ. ഏവൈന്റെ സാർ dou v by dou x into u plus അതിന് മുന്നേ ഒന്നുമില്ലേ? അതല്ലേ അതിന് മുന്നേ ഒന്നുമില്ലേ സാർ? എക്സ് ഇന്ത്യ അല്ല, ഏവൈന്റെ ഡയറക്റ്റ് ഡോവി ബൈ ഡോ എക്സ് ഒറ്റ ടേമേ ഉള്ളൂ. അല്ല സാർ, 4 ടേം ഉണ്ടാവില്ലേ സാർ? ay is equal to സാർ dou v by dou x into u plus dou v by dou y into v plus പിന്നെ dou v by dou z into w plus dou v by dou t വരും. ഡോ വി ബൈ ഡോ ടി, യു ഡോ വി ബൈ ഡോ എക്സ്, വി ഡോ വി ബൈ ഡോ വൈ, w വരും dou v by dou സെഡ് വരും, ഡോ വി ബൈ ഡോ ടി വരും. ടൈം ടേം എവിടെയും വരാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടേം അവിടെ ക്യാൻസൽ ചെയ്താളെ ആദ്യമേ. ടൈമിന്റെ പാരാമീറ്റർ എവിടെയും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട്. ഇതിന്റെ വാല്യൂസ് എല്ലാം ഒന്ന് പറഞ്ഞേ ആകാശ്. യുവിന്റെ ഇക്വേഷൻ എന്താ? യുവിന്റെ ഇക്വേഷൻ സാർ യു വരിക സാർ തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ അതിന്റെ യു ക്വസ്റ്റ്യനിൽ തന്ന യു എന്തായിരുന്നു? നീ ഇതിന് മുന്നത്തെ എക്സ് ചെയ്യുന്ന സ്റ്റെപ്പ് കണ്ടില്ല? ഈ സ്റ്റെപ്പ് കണ്ടില്ല? ഈ സ്റ്റെപ്പ് എങ്ങനെ എഴുതി? ഈ സ്റ്റെപ്പ് എങ്ങനെ എഴുതിയ നീ കണ്ടില്ല? ആ സാർ, സെയിം നമ്മളിപ്പം ചെയ്ത പോലെ തന്നെയുള്ള വേറെ ഇക്വേഷൻ അല്ല വരും. ആ അതുപോലെ പറ. അപ്പൊ യുവിന് എന്താ വരിക? തന്നില്ല ക്വസ്റ്റ്യനിൽ എന്താ യു തന്നില്ല? സ്ക്വയർ വൈ ആ വരും. യു ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ വൈ. യു ഈക്വൽ ടു 3x സ്ക്വയർ വൈ. ഇനി ഡോ വി ബൈ ഡോ എക്സ് എന്താ വരിക? ഡോ വി ബൈ ഡോ എക്സ് സാർ അത് ഗീവൻ ഇക്വേഷൻ അല്ല. അല്ല സോറി, ഗീവൻ അല്ലേ, നമുക്ക് തന്നെയല്ലേ? നമുക്ക് തന്നിട്ടില്ലല്ലോ. നമുക്ക് വി അല്ലേ തന്നു. എന്താ വി തന്നെ? എന്താ? വൈ ക്യൂബ് സെറ്റ് അല്ലേ? വി വൈ ക്യൂബ് സെറ്റ് നമുക്ക് ഉണ്ട്. അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് അതിനകത്ത് കണ്ടുപിടിച്ചൂടെ നമുക്ക്? 0 വരും. അപ്പൊ 0 വരും. പ്ലസ് വി ഇൻറ്റു, അതായത് വൈ ക്യൂബ് സെറ്റ് ഇൻറ്റു ഇതിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരും? വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 വരും. 3y സ്ക്വയർ സെറ്റ് പ്ലസ് ഡബ്ല്യുവിന്റെ ഇക്വേഷൻ 3y സ്ക്വയർ സെഡ് വരും. ഡബ്ല്യുവിന്റെ ഇക്വേഷൻ അന്ന് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ വെലോസിറ്റി പ്രൊഫൈലിൽ ഡബ്ല്യു എന്താ തന്നിട്ടില്ലേ? ഇവിടെ നോക്കിയേ.
സർ എക്സ് വൈ സെഡ് അല്ല -6 മൈനസ് ആ മൈനസ് എക്സ് വൈ സെറ്റ് പ്ലസ് സർ വൈ ക്യൂബ് വരും ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു ഈ ഡബ്ല്യു ടേം മൈനസ് എക്സ് വൈ സെറ്റ് മാത്രമേ ഉള്ളൂ. സർ സർ സ്ക്വയർ ഉണ്ടാവുക ക്വസ്റ്റ്യനിൽ തന്ന ടേം എന്തൊക്കെയാണോ ഒന്ന് വായിച്ചു നോക്ക്. അല്ലെ അടുത്ത മുന്നത്തെ ഇക്വേഷൻ നീ എഴുതിയാൽ ഇത് സ്റ്റെപ്പ് എഴുതുന്നില്ലേ? ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതുന്നില്ലേ? ഇതിന് മുന്നേ എഴുതുന്ന സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ലേ? സർ അതില് മൈനസ് എക്സ് വൈ സെഡ് പ്ലസ് വൈ സെഡ് സ്ക്വയർ വരും. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് എക്സ് വൈ സെറ്റ് മൈനസ് വൈ സെറ്റ് സ്ക്വയർ വരും. ഇനി ഡോ വി ബൈ ഡോ സെറ്റ് സാർ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നല്ല എന്താണ്? വൈ ക്യൂബ് വൈ ക്യൂബ്. വി ബൈ ഡോ. ഓക്കെ, ഇതിനെ ഒന്ന് എടുത്ത് എഴുതി എന്ത് വരും? ഫസ്റ്റ് ടേം എന്തായി? ഈ ടേം ക്യാൻസൽ ആയിട്ട് 0 ആയി പോകും അല്ലേ? ഫസ്റ്റ് ടേം 0 ആയി പോയില്ലേ? അത് 0 ഇൻറ്റു സെക്കൻഡ് ടേം എന്ത് വരും? വൈ റേസ് ടു 5 സ്ക്വയർ ഇൻറ്റു 3 അല്ല 3 ആണ് 3 വൈ റേസ് ടു 5 സെഡ് സ്ക്വയർ വരും. ഈ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? മൈനസ് ഫസ്റ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താല് മൈനസ് വൈ സ്ക്വയർ സെറ്റ് ക്യൂബ്. വൈ സ്ക്വയർ സെറ്റ് ക്യൂബ് അതെങ്ങനെയാണ് വരിക? ഈ ടേമിനെ ക്യൂബിനെ ഫസ്റ്റത്തെ മൈനസ് എക്സ് വൈ സെറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? പറഞ്ഞൊരു എക്സ് വൈ ക്യൂ വൈ റേസ് ടു 4 സെഡ് വൈ റേസ് ടു 4 സെഡ് മൈനസ് വൈ റേസ് ടു 4 സെഡ് സ്ക്വയർ. വൈ റേസ് ടു 4 സെഡ് സ്ക്വയർ അല്ലേ? ഇനി ഗിവൺ വാല്യൂസ് ഒന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? 3 ഇൻറ്റു എന്തായിരുന്നു? 213 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 റേസ് ടു ആണോ 1 റേസ് ടു ആണോ? 1 റേസ് ടു 5 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 റേസ് ടു 4 ഇൻറ്റു 3 മൈനസ് 1 റേസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ അല്ലേ? ഇതിന്റെ വാല്യൂ എത്ര വരിക? 3 ഇൻറ്റു 9 3 ക്യൂബ് 27 മൈനസ് 6 ഇൻറ്റു 9 ഇൻറ്റു മൈനസ് 9. ആൻസർ എത്ര വരിക? 10 വരും. 10 9 കാൽക്കുലേറ്റർ ഇല്ലേ? വേഗം വെച്ച് ചെയ്ത് നോക്കിയാ സർ 27 മൈനസ് 6 മൈനസ് 9 എന്താ? 15 അല്ലേ സർ? 15 ആൻസർ. അല്ല 12 എത്ര എത്ര ആൻസർ വരിക? 12 12. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒന്നും തെറ്റിക്കല്ലേ? 27 മൈനസ് 12 6 മൈനസ് 9 12 യൂണിറ്റ്സ്. ഇതാണെന്ത് എ വൈന്റെ വാല്യൂ വരും. റൈറ്റ്? ഇതെന്താ കണ്ടുപിടിക്കണം? എ വൈ കിട്ടി, സെറ്റ് കിട്ടും. അതൊന്ന് എഴുതി നോക്കിയാൽ എല്ലാരും ട്യൂഷൻ ഇട്ടിട്ട്. അസഫ് അസഫ്
യെസ് സർ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം ഏതിന്റെ AZന്റെ പഠിച്ചില്ലേ ഇതൊക്കെ ബൈഹാർട്ടാണ് സമയമായി. സെയിം സിമിലർ മോഡൽ ഓഫ് ഇക്വേഷൻ യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് W by dou x പ്ലസ് വി ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ W by dou y plus ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു W into ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് dou z. So u in equation 3x square y 3x square y into dou W by dou x minus yz minus yz yz plus 0 അല്ല. കഴിഞ്ഞ ആ എന്തായിരുന്നു ഡബ്ല്യൂന്റെ ടേം എന്തായിരുന്നു? മൈനസ് ഓഫ് എക്സ് വൈ സെഡ് മൈനസ് വൈ സെഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെ വരുമ്പോ മൈനസ് വൈ സെഡ് മൈനസ് 0 അല്ലേ? സർ Then v ന്റെ ടേം y cube z y cube z into dou w by dou y minus xz minus z cube minus xz minus z cube minus z square square cube square 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 z square plus w minus xyz minus minus xyz yz square minus yz square into dou w by dou z minus xy minus 2zy minus xy minus minus 2zy 2zy. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എന്താ വരിക? ത്രീ എക്സ് സ്ക്വയർ വൈനെ മൈനസ് വൈ സെറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാല് minus 3x square y square z 3x square y y square square z z പ്ലസ് ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാല് minus x y cube z square മൈനസ് x y cube z square minus എക്സ് വൈ ക്യൂബ് സെഡ് സ്ക്വയർ ദെൻ രണ്ടെണ്ണം y cube minus z y cube z cube ദെൻ ഇതിനെ സോൾവ് ചെയ്ത് പറഞ്ഞു കിട്ടും plus x square y square z പ്ലസ് എക്സ് സ്ക്വയർ വൈ y സ്ക്വയർ square z സെഡ് plus 2x y square z square y square z square plus x y square z square plus x y square z square plus 2y square z cube plus 2 y square z cube അല്ലേ? കറക്റ്റ്. ഇതിനകത്തേക്ക് ഗിവൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 213. ആൻസർ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് 39 ചെയ്ത് നോക്കിയിട്ടാണേ 39 കിട്ടിയ ഇതെയോ? 39 മൈനസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. മൈനസ് 3 into 2 square into 1 into 3. വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ 39? ഓക്കെ, എന്നാ ഞാൻ ചെയ്ത് നോക്കല്ലായിരുന്നു. അസുവിന് എതിരായിട്ട് 30 സർ 39 ആണോ? 39 ആ സർ. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇത് തന്നെയാണോ? ചെക്ക് ചെയ്തിട്ടില്ല വാല്യൂ. ഓക്കെ, സോ എക്സ് എ വൈ എ സെറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഫൈനലി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ
z സ്ക്വയർ വരും റൈറ്റ്. ax ay az നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫൈനൽ ആക്സലറേഷൻ വാല്യൂ കണ്ടുപിടിക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് ഇത് 39 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് ആ ഫൈനൽ ആക്സലറേഷൻ കൂടി കണ്ടുപിടിക്കും. ആകാശ് ആകാശ് Sir, അഖിൽ അഖിൽ sir, present, sir. അഖിലില്ലേ? അനിരുദ്ധ് Present, sir. കാർത്തിക് ലാദൻ ഷഹസാദ് Present, sir. മുക്താസിം അസഫ് Present, sir. ഫർദീൻ ഫർദീൻ ഫത്തേ Present, sir. സമ Present, sir. ദിയാൻ നിഷാദ് Present, sir. ഇഷാഖ് നിവേദ് Present, sir. നിവേദ് പ്രത്യുഷ് പ്രത്യുഷ് രാഹുൽ സരുൺ Present, sir. സൗരഭ് സൗരഭ് സൗരവ് സൗരവ് ശ്രീരാഗ് ഓക്കെ സൗരവ് ഉണ്ട് ശ്രീരാഗ് വിഷ്ണു എ പി വിഷ്ണു Present, sir. Present, sir. ഓക്കെ വിഷ്ണു ഓക്കെ ധർമ്മേഷ് ആദർശ് ഓക്കെ. സോ അതിന്റെ ഫൈനൽ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കണേ. ഒന്ന് കംപ്ലീറ്റ് ആക്സലറേഷൻ എത്രയോ ഫൈനൽ വാല്യൂ വരുവാന്ന് ക്ലാസ്സിലൊന്ന് പറയണേ നോക്കിയിട്ട്. ഓക്കെ, താങ്ക് യു.